അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ദാത്തിൽ മുഹമ്മദിയ്യ സ്വലാത്തൻ ദായിമതൻ ബിദവാമിക് ബാഖിയതൻ ബിബഖായിക് ലാ മുൻതഹാ ലഹാ ദൂന ഇൽമിക് സ്വലാത്തൻ തുർലീക വതുർലീഹി വതർലാ ബിഹാ അന്നാ യാ റബ്ബൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 വയസ്സു പ്രായമായ സന്ദർഭത്തിൽ തൻ്റെ പിതൃവ്യൻ അബൂ താലിബിനോടൊന്നിച്ച് ഹർബുൽ ഫിജാർ എന്ന യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം അതേ വർഷം തന്നെ നടന്ന ചരിത്രത്തിൽ വളരെയധികം പ്രസിദ്ധവും പവിത്രവുമായ ഒരു സന്ധിയായിരുന്നു ഹിൽഫുൽ ഫുലൂൽ എന്ന് പറയുന്നത്. ഹിൽഫുൽ ഫുലൂൽ ഹായിന് കെസർ ചെയ്തുകൊണ്ടാണ് വായിക്കേണ്ടത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ തഹ്ദീബിൽ ഉദ്ധരിച്ചത് കാണാം. ചില ഗോത്രങ്ങൾ തമ്മിലുള്ള സന്ധിയായിരുന്നു അത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മക്ക എന്ന പ്രദേശത്തിന് ഒരു ഭരണാധികാരിയില്ല. വിവിധ ഗോത്രങ്ങളായ ആളുകൾക്ക് അമീറായി അവരുടെ ഗോത്രത്തലവന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടുതന്നെ പല സന്ദർഭങ്ങളിലും പല വേളകളിലും ഓരോ ഗോത്രങ്ങൾ മറ്റു ഗോത്രവുമായി സന്ധിയിലേർപ്പെടുകയും അവരൊരു സത്യക്കരാറിലേർപ്പെടുകയും ചെയ്യുന്ന വഴക്കം അവർക്കിടയിലുണ്ടായിരുന്നു. ആ രീതിയിൽ നടന്ന ഒരു കരാറാണ് ഹിൽഫുൽ ഫുലൂൽ എന്ന് പറയുന്നത്. ഹിൽഫുൽ ഫുലൂൽ, ഫുലൂലിൻ്റെ ഹിൽഫ്, സത്യക്കരാർ. ചരിത്രത്തിൽ ഈ പേര് വരാൻ പല കാരണങ്ങൾ ഉദ്ധരിക്കപ്പെട്ട് കാണുന്നുണ്ട്. വളരെ മുമ്പ് ജുർഹും ഗോത്രക്കാർ മക്കയിൽ താമസിക്കുന്ന സമയത്തു തന്നെ ഇതേ രീതിയിൽ ഒരു കരാർ നടന്നിരുന്നുവെന്നും അതിൽ പങ്കെടുത്ത 3 ആളുകളുടെയും പേര് ഫളുല് എന്നായിരുന്നു. അതിന് സമാനമായ രീതിയിൽ നടന്ന കരാറായതുകൊണ്ട് ഹിൽഫുൽ ഫുലൂൽ എന്നു പേര് വന്നതാണെന്നും, അല്ല, ഈ കരാറിൽ പങ്കെടുത്തിരുന്ന ആളുകൾ അവിടെ വെച്ചെടുത്തിരുന്ന തീരുമാനം അവരുടെ സ്വത്തിൽ നിന്ന് ബാക്കി വരുന്നത് ഫളുലായി മിച്ചമായി ബാക്കി വരുന്ന സ്വത്ത് പാവങ്ങൾക്ക് കൊടുത്ത് അവരെ സഹായിക്കാമെന്നായിരുന്നു അതിലെ ഒരു തീരുമാനം. അതിൻ്റെ പേരിലാണ് ഹിൽഫുൽ ഫുലൂൽ എന്ന് പേര് വന്നത് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹിൽഫുൽ ഫുലൂലിൽ പങ്കെടുക്കുകയും അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംഭവം ഇങ്ങനെ വിവരിക്കാം. സബീദ് ഗോത്രക്കാരനായ ഒരാൾ മക്കയിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് മക്കയിലെ ആസ് ബിനു വായിൽ എന്ന് പറയുന്നയാൾ കച്ചവടം ചെയ്തു വാങ്ങുകയാണ്. പക്ഷേ പണം കൊടുക്കുന്നില്ല. ആസ് ബിനു വായിൽ മക്കയിലെ പേരുകേട്ടയാളാണ്. നല്ല വലിയ തറവാടിൽ പിറന്നയാളാണ്. അധികാരവും ജനങ്ങളും പ്രജകളും ഒരുപാട് തനിക്കുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ആ അഹങ്കാരം കാണിച്ചുകൊണ്ട് സബീദ് ഗോത്രക്കാരനായ ആളിൽ നിന്ന് വാങ്ങിയ സാധനത്തിൻ്റെ വില അദ്ദേഹം നൽകുന്നില്ല. സബീദ് ഗോത്രക്കാരൻ വളരെ വിഷമിച്ചു. മക്കയിലെ പല ആളുകളുമായി സമീപിച്ചു. അവരെല്ലാവരും കൈയൊഴിയുകയാണ്. ആസ് ബിനു വായിലാണെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിത്തരാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈയൊഴിഞ്ഞു. ഇദ്ദേഹം അവസാനം ഒരു ദിവസം നേരം പുലരുന്ന സമയത്ത് തന്നെ മക്കയുടെ ചാരത്തുണ്ടായിരുന്ന അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് തൻ്റെ സങ്കടങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. അന്നൊരു ദിവസം രാവിലെയാണ്. മക്കയിലെ ഖുറൈശികളും ഖുറൈശി പ്രമുഖന്മാരെല്ലാവരും കഅബയുടെ ചാരത്ത് വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ്. അവരെല്ലാവരും വട്ടത്തിലിരുന്ന് സംസാരിക്കുന്ന ആ സംസാരത്തിൻ്റെ ഇടയിലേക്ക് അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഇദ്ദേഹം പാടുന്നത് യാ ലഫിഹിരിൻ ലിമദ്ലൂമിൻ ബിളാഅതുഹു ബിബത്നി മക്കതന ഇദാരി വന്നഫരി വമുഹരിമിൻ നശഅത്തിൻ ലം യഖ്ലി ഉംറതഹു യാ ലർരിജാലി വബൈനൽ ഹിജ്രി വൽ ഹജരി ഇന്നൽ ഹറാമ ലിമൻ തമ്മത് മകാരിമുഹു വലാ ഹറാമ ലിസൗബിൽ ഫാജിരിൽ ഗദിരി.
ഇദ്ദേഹത്തിന് വന്നുപെട്ട പ്രയാസം ചില ഈരടികളായി മക്കയിലുള്ള ഖുറൈശി പ്രമുഖന്മാരെ അറിയിക്കുകയാണ്. യാ ആല ഫിഹിർ, ഫിഹിർ ഗോത്രക്കാരെ, ഞാനിതാ ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കച്ചവട സാധനം ഇവിടെ പിടിച്ചുപറിക്കപ്പെട്ടിരിക്കുകയാണ്. ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്ന എനിക്ക് ഉംറ പോലും നിർവഹിക്കാൻ കഴിയാതെ ഞാൻ വളരെയധികം പ്രയാസത്തിലാണ്. ഈ ഹിദർ ഇസ്മായിലിൻ്റെയും ഹദറുൽ അസ്വദിൻ്റെയും ചാരത്തിരിക്കുന്ന വമ്പന്മാരെ, ഖുറൈശി പ്രമുഖന്മാരെ, നിങ്ങൾ മഹത്വമുള്ളവരാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്വത്ത് നേടിത്തരാൻ കഴിയണം. അല്ലാതെ തോന്നിവാസത്തിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് ഇവിടെ അക്രമം കാണിക്കുന്ന ആളുകൾക്കല്ല പവിത്രതയുള്ളത്. അവരല്ല പവിത്രമായ ഹറമിൻ്റെ ആള് എന്ന് അതിരാവിലെ ജബൽ അബി കുബൈസിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇദ്ദേഹം തൻ്റെ സങ്കടം ഖുറൈശി പ്രമുഖന്മാരെല്ലാവരും കേൾക്കുന്ന വിധത്തിൽ പാടുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരൻ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകൻ സുബൈർ എന്നവർ എഴുന്നേൽക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് പറയുന്നത്, ഇനി ഇദ്ദേഹത്തെ വെറുതെ വിട്ടാൽ പറ്റൂല, ആസുബിന് വായിലിനെ അങ്ങനെ വിട്ടാൽ പറ്റുകയില്ല. ഇദ്ദേഹത്തിൻ്റെ അവകാശം, ഈ സബീദ് ഗോത്രക്കാരൻ്റെ അവകാശം അവരിൽ നിന്ന് നമുക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ബനൂ സഹ്റ ഗോത്രക്കാരെയും ഖുറൈശികളെയും അസദ് ഗോത്രക്കാരെയും പ്രമുഖരായ പലരെയും വിളിച്ചുകൂട്ടിയിട്ട് അബ്ദുല്ലാഹിബിൻ ജുദ്ആൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ആ സന്ദർഭത്തിലെ ഏറ്റവും പ്രസിദ്ധരായ പ്രായം ചെന്ന എല്ലാവരും ആദരിക്കുന്ന അബ്ദുല്ലാഹിബിൻ ജുദ്ആന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവരുടെ കൂട്ടത്തിൽ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമുണ്ട്. അബ്ദുല്ലാഹിബിൻ ജുദ്ആൻ ഇവർക്ക് നല്ല വിരുന്നൊരുക്കി സൽക്കരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരൊട്ടകത്തെ തൻ്റെ വീട്ടിൽ അറുത്ത് സദ്യ ഒരുക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയും ഗോത്രക്കാരെയും മറ്റു പലരെയും വിളിച്ച് സൽക്കരിക്കുക ഇദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. എല്ലാ ദിവസവും ഒട്ടകത്തെ അറുത്തുകൊണ്ട്. ചരിത്രം പറയുന്നത് ഇദ്ദേഹം പരമദരിദ്രനായിരുന്നു എന്നാണ്. പരമദരിദ്രൻ, പണമില്ലാത്തയാൾ, എന്നാൽ അക്രമ സ്വഭാവമുള്ളയാൾ. പല അക്രമങ്ങളും ചെയ്തതിൻ്റെ പേരിൽ തൻ്റെ പിതാവിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുക ഇദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. പല അക്രമങ്ങളും ചെയ്ത് അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പിതാവ് ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. പുറത്താക്കപ്പെട്ട ഇദ്ദേഹം ഇനി രക്ഷയില്ലെന്ന് കരുതിയിട്ട് മരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഇറങ്ങി തിരിച്ചതാണ് മക്കയിൽ. മക്കയുടെ തെരുവീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ താൻ കണ്ട ഒരു പർവ്വതത്തിൻ്റെ പൊത്ത്, ഒരു ഇടുങ്ങിയ ഭാഗം, അതിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം കയറുന്നു. അവിടെ കിടന്നു മരിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ തൻ്റെ മുമ്പിലേക്ക് കാണുന്നത് ഒരു പാമ്പിനെയാണ്, ഒരു സർപ്പം, ഒരു പ്രത്യേക രീതിയിലുള്ള സർപ്പം, കണ്ണ് തിളങ്ങുന്ന സർപ്പം. ഇദ്ദേഹം മെല്ലെ മെല്ലെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ബോധ്യപ്പെടുന്നത് അതൊരു പാമ്പായിരുന്നില്ല, പാമ്പിൻ്റെ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മിതിയായിരുന്നു. അദ്ദേഹം തൊട്ടു നോക്കുമ്പോൾ തീർത്തും സ്വർണമാണ്, സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു പാമ്പ്. ഈ സ്വർണ്ണ പാമ്പിനെ ഇദ്ദേഹം മുറിച്ചെടുക്കുന്നു. അദ്ദേഹം മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് സ്വർണങ്ങളും നിധികളും അതിൻ്റെ മുമ്പിലുണ്ട്. ഒരു കത്തും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് ആരാണിതിവിടെ നിക്ഷേപിക്കുന്നത് എന്ന്. ഞാൻ ആ ചരിത്രം ദീർഘിപ്പിക്കുകയല്ല. ഇദ്ദേഹം ആ പർവ്വതത്തിൻ്റെ ആ മലയുടെ ഇടുക്കിൽ നിന്ന് ഇദ്ദേഹം കണ്ട ആ പാമ്പിനെയും മുറിച്ചെടുത്തുകൊണ്ട് സ്വർണത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ട് താൻ എന്തു ബാധ്യതയാണോ തൻ്റെ പിതാവിന് വരുത്തി വെച്ചതെങ്കിൽ അതെല്ലാം പിതാവിന് നൽകുകയാണ്, തൻ്റെ കുടുംബക്കാർക്ക് നൽകുകയാണ്. അന്നു മുതൽ ജനങ്ങളാൽ ആദരിക്കപ്പെടുന്ന ഒരാളായി, വലിയ പണക്കാരനായി, ഓരോ ദിവസവും വലിയ ഒട്ടകത്തെ തൻ്റെ വീട്ടിൽ അറുത്തുകൊണ്ട് ആളുകളെ സൽക്കരിക്കുന്ന ആളായി, ജനപ്രിയനായി മാറിയിരിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ ജുദ്ആൻ. ആ അബ്ദുല്ലാഹിബിൻ ജുദ്ആന്റെ വീട്ടിലേക്കാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് 15 വയസ്സിനേക്കാൾ താഴെ പ്രായമുള്ള സന്ദർഭത്തിൽ ചെല്ലുകയും തൻ്റെ പിതാമഹന്മാരോടൊന്നിച്ച് കരാറിലേർപ്പെടുകയും ചെയ്യുന്നത്. അവർ അവിടെ വെച്ച് തീരുമാനിക്കുന്നത് മക്കയിലേക്ക് ആര് വന്നാലും, അത് മക്കക്കാരാവട്ടെ, മക്കയുടെ പുറത്തു നിന്ന് വരുന്നവരാവട്ടെ, ഹജ്ജിന് വരുന്നവരോ ഉംറക്ക് വരുന്നവരോ, ഏത് ആവശ്യത്തിന് വരുന്നയാളാണെങ്കിലും മക്ക എന്ന ഈ പ്രദേശത്ത് വന്ന് ആക്രമിക്കപ്പെടാൻ പാടില്ല. ആരാലും ആക്രമിക്കപ്പെടാൻ പാടില്ല. ആര് മക്കയിൽ വന്നവരെ ആക്രമിച്ചാലും ആ ആക്രമിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ, ആക്രമിക്കപ്പെട്ടവന്റെ അവകാശം നേടിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടവർ പറയുന്നത് സമുദ്രത്തിലെ വെള്ളം വറ്റുന്ന കാലത്തോളം, സബീർ പർവ്വതം, ഹിറാ പർവ്വതവും അവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഈ തീരുമാനത്തിൽ ഒരു മാറ്റം നമുക്കില്ല എന്ന്, എക്കാലത്തേക്കും എന്നവർ ഉദ്ദേശിച്ച രീതിയിൽ പറയുന്ന വാക്യമാണത്.
എക്കാലത്തേക്കും എന്ന രീതിയിൽ അവർ അവിടെ നിന്നൊരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുത്ത് ഖുറൈശി പ്രമുഖന്മാരുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലും അവരുടെ കൂട്ടത്തിലുണ്ട്. അവരവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഈ ആസ് ബിൻ വായിൽ എന്നയാളുടെ വീട്ടിലേക്കാണ് നേരെ ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് അക്രമപരമായി അദ്ദേഹം വാങ്ങിവെച്ചിരുന്ന ആ സ്വത്തിൻ്റെ വില ഈ സബീദ് ഗോത്രക്കാരനായ ആൾക്ക് നൽകുകയാണ്. ഇതാണ് ചരിത്രത്തിൽ പ്രസിദ്ധമായ ഹിൽഫുൽ ഫുലൂൽ എന്ന് പറയുന്നത്. പിന്നീട് പല പ്രയാസങ്ങളും പല അക്രമങ്ങളും മക്കയിൽ നടക്കുന്ന സമയത്ത് ഹിൽഫുൽ ഫുലൂൽ, ഈ കരാറിൽ പങ്കെടുത്ത ആളുകൾ ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് സഹായമായി നിന്നിട്ടുണ്ട്. ഏതാനും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഖസ്അം ഗോത്രക്കാരനായ ഒരാൾ മക്കയിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകളുമുണ്ട്, സുന്ദരിയായ ഒരു പെണ്ണ്. ഇദ്ദേഹം വന്ന് കഅബ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്യുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പെണ്ണിനെ നബീഹ് ബിൻ ഹജ്ജാജ് എന്ന് പറയുന്ന ഒരാൾ തട്ടിക്കൊണ്ടുപോവുകയാണ്, അക്രമപരമായി തട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ ഖസ്അം ഗോത്രക്കാരൻ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്, സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണ്. കഅബയുടെ ചാരത്ത് നിന്ന് പലരും പറയുന്നത് ഹിൽഫുൽ ഫുലൂലുകാരെ വിളിക്കൂ, നിങ്ങൾക്ക് രക്ഷ ലഭിക്കുമെന്നാണ്. അദ്ദേഹം യാ ആല ഹിൽഫിൽ ഫുലൂൽ എന്ന് വിളിച്ചു പറയുമ്പോൾ അതിൽ പങ്കെടുത്തിരുന്ന പല ആളുകളും ആ ഗോത്രക്കാരെല്ലാവരും വന്ന് ഇദ്ദേഹത്തിനോട് കാര്യമന്വേഷിക്കുകയാണ്. എന്തുപറ്റി നിങ്ങൾക്ക്? ഇദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ മകളോടൊന്നിച്ച് ഹജ്ജിന് വന്നതാണ്, അല്ലെങ്കിൽ ഉംറക്ക് വന്നതാണ്. ഞാൻ തവാഫ് ചെയ്യുന്നതിനിടയിലാണ് നബീഹ് ബിൻ ഹജ്ജാജ് എന്ന് പറയുന്നയാള് എൻ്റെ മകളെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്, എനിക്ക് എൻ്റെ മകളെ ലഭിക്കണമെന്ന്. ആ നിമിഷം തന്നെ ഈ ഹിൽഫുൽ ഫുലൂലിൻ്റെ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നബീഹിൻ്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നത്, നബീഹ്, നിനക്കറിയാമല്ലോ ഞങ്ങളെടുത്ത തീരുമാനവും കരാറും നിനക്കറിയാമല്ലോ, എന്തായിരിക്കും ഞങ്ങൾ ഇവിടെ നടപ്പാക്കുക എന്ന് നിനക്കറിയാമല്ലോ. എത്രയും പെട്ടെന്ന് ഈ ഖസ്അം ഗോത്രക്കാരൻ്റെ മകളെ നീ വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ വിട്ടുകൊടുക്കാം, ഒരു രാത്രി മാത്രം, ഒറ്റ ഒരു രാത്രി മാത്രം ഈ പെണ്ണിൻ്റെ കൂടെ കിടക്കാൻ നിങ്ങൾ എനിക്ക് അവകാശം തരണം, പിറ്റേ ദിവസം ഞാൻ അവരെ വിട്ടുകൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ ഗോത്രക്കാർ പറയുന്നു, ഇല്ല, ഒരു നിമിഷം പോലും നിനക്ക് ഞങ്ങൾ നൽകുകയില്ല, ഒരൊട്ടകത്തെ കറക്കുന്ന സമയം പോലും നിനക്ക് നൽകുകയില്ല, എത്രയും പെട്ടെന്ന് ഈ പെണ്ണിനെ, ഈ സ്ത്രീയെ, ഈ പിതാവിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിൽഫുൽ ഫുലൂലിൻ്റെ ആളുകൾ അവരെ തിരിച്ചു കൊടുക്കുകയാണ്. ഒന്നല്ല, ഒരുപാട് തവണ ചരിത്രത്തിൽ ഈ ഹിൽഫുൽ ഫുലൂലുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ടവർക്ക് സഹായമുണ്ടായിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകൻ റൈഹാനത്തായ എൻ്റെ 2 റൈഹാൻ പുഷ്പമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബ് പല തവണകളിൽ മുത്തിമണത്തിരുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകൾക്ക് ലഭിക്കേണ്ട ഒരു സ്വത്ത് അക്രമപരമായി പിടിച്ചു വെച്ച സന്ദർഭത്തിൽ അവിടുന്ന് സത്യം ചെയ്തു പറയുന്നുണ്ട്, എനിക്കെൻ്റെ നീതി ലഭിക്കണം, എനിക്കെൻ്റെ സ്വത്ത് ലഭിക്കണം, അല്ലെങ്കിൽ ആത്തി മസ്ജിദ റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് ഹിൽഫുൽ ഫുലൂൽ എന്ന് നടത്തിയതുപോലെ ഒരു ഹിൽഫുൽ ഫുലൂൽ ഇവിടെ നടത്താൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ ഹിൽഫുൽ ഫുലൂൽ ഓർമ്മയുള്ള പല ആളുകളും മഹാനവറുകളുടെ കൂടെ കൂടി എന്നു കാണാം, അവർക്ക് ലഭിക്കേണ്ട സ്വത്ത് ലഭിച്ചു എന്ന് കാണാം. അവരുടെ സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്തും ഇതുപോലെ നടന്നിട്ടുണ്ട്. അക്രമപരമായ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ചോര ചിന്തേണ്ടി വരുമെന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയ സമയത്തും ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹിൽഫുൽ ഫുലൂൽ വെച്ച് സഹായം തേടുമെന്ന്. ഇത് ചരിത്രത്തിൽ പല തവണകളിൽ നടന്നതാണ്. ഈ ഹിൽഫുൽ ഫുലൂൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് 14 or 15 വയസ്സു പ്രായമായ സമയത്ത് മക്കയിലെ അബ്ദുല്ലാഹി ഇബ്നു ജുദാൻ എന്ന് പറയുന്ന ആ പ്രമുഖന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഖുറൈശികളും പല ഗോത്രക്കാരും തമ്മിൽ നടത്തിയിരുന്ന ആ സന്ധിയാണ്. അതിൽ അല്ലാഹുവിൻ്റെ ഹബീബ് പങ്കെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞത്, ലക്ക ഷഹിദ്തു ഹിൽഫ, ഞാനൊരു ഹിൽഫിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിനു പകരം ഈ ദുന്യാവിലെ ചുവന്ന ഒട്ടകങ്ങൾ എനിക്ക് നൽകാമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല, അതിനു പകരമായി എന്ത് കിട്ടിയാലും എനിക്ക് മതിയാവുകയില്ല. വല്ലാത്തൊരു കരാറിലാണ് ഞാൻ ആ പങ്കെടുത്തിരുന്നത്. ഇസ്ലാമിലായിട്ട് അങ്ങനത്തെ ഒരു ഹിൽഫിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടാൽ, അത്തരം ഒരു കാര്യം, ഒരു ഹിൽഫ് നടത്തേണ്ടി വന്നാൽ തീർച്ചയായും ഞാനത് നടത്തുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് 14 or 15 വയസ്സു പ്രായമായ സമയത്ത് അവിടെ പങ്കെടുത്തിരുന്ന ആ ഹിൽഫുൽ ഫുലൂലിന്റെ പേരിൽ അഭിമാനം കൊണ്ടുകൊണ്ട് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചത് കാണാം.
ഇതാണ് ചരിത്രത്തിൽ പ്രസിദ്ധമായ ഹിൽഫുൽ ഫുളൂൽ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.